മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA എന്ന രീതിയിലാണ് ഫാത്തിമ തെഹ്ലിയ സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭാംഗം ആയത്. അതിനുശേഷമാണ് പേരാമ്പ്രയിൽ നടന്ന ഒരു ചടങ്ങിൽ തിരിതെളിച്ച് അവർ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനെതിരെയാണ് സമസ്ത രംഗത്തെത്തിയത്. ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന സമസ്ത മുഷാവറ യോഗത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടക്കുകയും ഒരു ദീപം എന്ന രീതിയിൽ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ഒരു സ്രോതസ് എന്ന രീതിയിൽ അത് വിളക്ക് തെളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, മറിച്ചൊരു ആരാധന അല്ലെങ്കിൽ ഒരു ദൈവത്തെങ്കിലുള്ള അർപ്പണം എന്ന രീതിയിലാണ് വിളക്ക് തെളിയിക്കുന്നതെങ്കിൽ അത് വർജിക്കണം എന്ന് തന്നെയാണ് ആ സമസ്ത മുഷാവറ മുന്നോട്ട് വെച്ച കാര്യം. അതായത് പൊതുവേദികളിൽ മുസ്ലിങ്ങളായ ജനപ്രതിനിധികൾ തിരിതെളിച്ച് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യരുത് എന്ന് തന്നെയാണ്. ഇന്ന് അതിൽ കുറച്ചുകൂടി വ്യക്തത കൈവന്നിട്ടുണ്ട്. കാരണം ഉമർ ഫൈസി മുക്കം മുഷാവറ അംഗമാണ്. അദ്ദേഹം പറയുന്നു, ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ തിരിതെളിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കർമ്മം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഈശ്വരനുള്ള ഒരു അർപ്പണം എന്ന രീതിയിലാണ് തിരിതെളിക്കുന്നത്. അതുകൊണ്ട് അത്തരം തിരിതെളിക്കൽ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. കാരണം ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഏക വിശ്വാസത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരാണ് ഇസ്ലാം മതവിശ്വാസികൾ. അതുകൊണ്ട് അവർ മറ്റ് ആരാധനയിൽ നിന്നു കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. അതായത് ഫാത്തിമ തെഹ്ലിയ നിലവിൽ ചെയ്ത പ്രവൃത്തി അത് മുസ്ലിംങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ്, നടപടി ആണ് എന്ന് പറയുന്നു. ഒപ്പം ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കണമെങ്കിൽ അത് വിളക്ക് തെളിച്ച് മാത്രം ആവണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാടമുറിച്ചും മറ്റ് പല രീതിയിലുള്ള ഉദ്ഘാടന ചടങ്ങുകളുണ്ട്. വിളക്ക് തെളിച്ച് മാത്രം എന്തിനു ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കണം എന്ന ചോദ്യവും ചോദിക്കുന്നു. ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഏത് രീതിയിൽ ഈ ചടങ്ങ് നടത്തണമെന്ന്. പക്ഷേ മുസ്ലിം വിശ്വാസികളായ ജനപ്രതിനിധികൾ ആ രീതിയിൽ വിളക്ക് കൊളുത്തലിനെ കാണേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ വിവാദം വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ മുഷാവറയുടെ തീരുമാനം എത്തിയതിന് പിന്നാലെ നമ്മൾ ഫാത്തിമ തെഹ്ലിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു വിവാദമാക്കുന്നതിനോ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് വിശദീകരണം നൽകുന്നതിനോ അല്ലെങ്കിൽ ഈ സമസ്തയുടെ ഈ നിലപാടിനോട് തന്റെ അഭിപ്രായം അറിയിക്കുന്നതിനോ താൻ ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല എന്നതിനാണ് ഇന്ന് നമ്മൾ രണ്ട് മന്ത്രിമാരോട്, ഈ ഇസ്ലാം മത വിശ്വാസികളായ രണ്ട് മന്ത്രിമാർ, ഒരാൾ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് എൻ ഷംസുദ്ദീൻ, അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. നേരത്തെ നടന്ന സർക്കാരിന്റെ പ്രവേശനോത്സവമുള്ള ചടങ്ങുകളിലും അദ്ദേഹം തിരിതെളിക്കുന്നതിൽ നിന്നും മാറി ഒരു അകലം പാലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് PG ഇക്കാര്യം ചോദിച്ചപ്പോഴും അതൊക്കെ ഒരുപാട് വേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഈ വിവാദങ്ങളെ കുറിച്ചല്ല സംസാരിക്കേണ്ടതെന്ന രീതിയിൽ തന്നെയായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ലീഗിന് കൃത്യമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ പറയേണ്ടി വരും. പുതുതായി ഭരണ സാരഥ്യം ഏറ്റെടുത്ത മന്ത്രിമാർക്ക്